ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുക ബേസൻ്റെ ലഡുവിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുക. രക്ഷാബന്ധൻ സ്പെഷ്യലായിട്ടുള്ള നമ്മൾ ബേസൻ്റെ ലഡു നല്ല ഒത്തൻറ്റിക് റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്കാണെങ്കിൽ പുറത്തുനിന്നൊക്കെ സ്വീറ്റ്സൊക്കെ മേടിച്ച് കഴിക്കുന്ന ഈ സീസൺ സമയത്ത്, രക്ഷാബന്ധൻ സമയത്ത്, ഇങ്ങനെ ആഘോഷമൊക്കെയുള്ള സമയത്ത് നമുക്ക് മേടിച്ച് കഴിക്കാം. വിശ്വസിച്ച് മേടിച്ച് കഴിക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം അല്ലേ, സിമ്പിളായിട്ട് തന്നെ. അപ്പോൾ വീട്ടിലിരിക്കുന്ന കടലപ്പൊടിയും കൊണ്ട് നമുക്ക് ഇത് റെഡിയാക്കി എടുക്കാവുന്നേ ഉള്ളൂ. 300 ഗ്രാം കടലപ്പൊടി എടുത്തിട്ടുണ്ട്, 100 ഗ്രാം ഞാനാണെങ്കിൽ റവ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ കുഴിയുള്ള തവിയില്ല, 2 തവിയാണെങ്കിൽ നെയ്യൊന്ന് മെൽറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ 2 തവിയ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടെല്ലാം ഒന്ന് മിക്സാക്കി എടുക്കാം. 2 കൈ കൊണ്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കണം കേട്ടോ. എല്ലായിടും ഒരുപോലെ ആയിക്കിട്ടാണ് നമ്മളങ്ങനെ ചെയ്യുന്നത്. ഇതായി കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മളൊന്ന് ഇച്ചിരി ഒന്ന് എടുത്തിട്ടൊന്ന് ഒരു പിടി പോലെ ആക്കി നോക്കണം കേട്ടോ. അത് പൊട്ടാതെ കിട്ടുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അത്രയും മതിയെന്നാൽ, അല്ലെങ്കിൽ ക്രാക്സ് ഇടയ്ക്കൊന്ന് വീഴുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നെയ്യുടെ ആവശ്യമുണ്ടെന്നാണ് കേട്ടോ. അപ്പോൾ ഇച്ചിരി കൂടി നെയ്യ്, 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. എൻ്റെ ഇപ്പോൾ ക്രാക്സ് വീണില്ല, അതുകൊണ്ട് ഞാനിങ്ങനെ തന്നെ റെഡിയാക്കി എടുക്കുന്നേ ഉള്ളൂ. ഇനി നമുക്ക് ഇളം ചൂട് വെള്ളം എടുക്കാം. അത് നമുക്കാണെങ്കിൽ 1-2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്കാണെങ്കിൽ നന്നായിട്ടൊന്ന് മിക്സാക്കി നോക്കണം. എന്ന് വെച്ചാൽ നമ്മൾ നെയ്യ് നന്നായിട്ട് ഒഴിച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ ഒത്തിരി വെള്ളത്തിൻ്റെ ആവശ്യം വരത്തില്ല കടലപ്പൊടിക്ക്. ഒത്തിരി വെള്ളം ഒഴിക്കല്ലേ കേട്ടോ, അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ ഒട്ടുന്ന കൂട്ട് നമുക്ക് തോന്നും. കുറച്ച് വെള്ളം ഒഴിച്ച് നല്ല ടൈറ്റായിട്ട്, എത്ര നമ്മളെക്കൊണ്ട് ടൈറ്റ് ആവാൻ പറ്റുന്ന ആക്കിയെടുക്കാൻ പറ്റുന്ന അത്രയും ടൈറ്റായിട്ടുള്ള ആട്ട വേണം നമുക്ക് കുഴച്ചെടുക്കാനായിട്ട്. എല്ലാം ഒന്ന് മിക്സായി കിട്ടിയാൽ മാത്രം മതി. അതിന് ശേഷം നമുക്ക് വെള്ളം ഒഴിക്കേണ്ട ആവശ്യം വരത്തില്ല. ഇതെല്ലാം ഒരുമിച്ച് നന്നായിട്ടൊന്ന് മിക്സായി വരും കേട്ടോ. എല്ലാം ഒന്ന് യോജിച്ച് വരും. യോജിച്ച് വന്നില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നമുക്ക് ചെറിയ ചെറിയ പിടിയാക്കി എടുക്കാനുള്ളതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ തന്നെ ആക്കി എടുത്താൽ മതി. വെള്ളത്തിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ ഇച്ചിരി വെള്ളം കൈ കൊണ്ടൊന്ന് കുടഞ്ഞിട്ട് അങ്ങനെ ആക്കി എടുത്താലും മതി കേട്ടോ. ഇപ്പോൾ അതേ നന്നായിട്ട് എൻ്റെ ഇതെല്ലാം പാകമായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചെറിയ ഉരുളയാക്കിയിട്ട്, നമ്മൾ ചെറിയ ചോറ് കഴിക്കും ചെറിയ ഉരുള എടുക്കത്തില്ല, അത്രയും ഉരുളയാക്കി ഇതുപോലെ ഒരു പിടി ഷേപ്പിൽ നമുക്ക് ആക്കിയെടുക്കാം. എന്ന് വെച്ചാൽ നല്ല കനം കുറച്ച് ചെറിയ ആക്കിയെടുക്കണം. ഇത് എണ്ണയിൽ വറുത്ത് കോരി എടുക്കാനുള്ള. പിന്നെ കടലപ്പൊടി ഇല്ലയോ, നന്നായിട്ട് വറുത്ത് കോരി എടുക്കാൻ പറ്റില്ലെങ്കിൽ, ഉള്ളൊക്കെ പച്ചയായിട്ടുണ്ടെങ്കിൽ നമ്മൾ കഴിക്കുമ്പോൾ വായി ഒട്ടുന്ന നമുക്ക് തോന്നും കേട്ടോ. അപ്പോൾ അത് കാരണം കൊണ്ട് ചെറിയ പറ്റാവുന്ന രീതി ആക്കി എടുക്കും. അത് നന്നായിട്ട് ഇതുപോലെ അമക്കി കൊടുക്കണം കേട്ടോ. ഒരു സൈഡിൽ ഞാനാണെങ്കിൽ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഒത്തിരി എണ്ണ ചൂടാവേണ്ട ആവശ്യമില്ല, ചെറിയ ഒരു ലൈറ്റായിട്ട് ചൂടായി വന്നാൽ മാത്രം മതി. ഇതിൻ്റെ പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ നെയ്ക്കകത്ത് വേണമെങ്കിലും ഫ്രൈ ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ കേട്ടോ. ഞാനിപ്പോൾ എണ്ണയാണേ എടുത്തേക്കുന്നത്. ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്താൽ മതി, തിരുതി പിടിക്കേണ്ട ആവശ്യമില്ല. ലോ ഫ്ലെയിമിൽ പതുക്കെ അതവിടെ നിന്ന് ഫ്രൈ ആയി വരട്ടെ കേട്ടോ. ഒരു ഗോൾഡൻ ബ്രൗണിഷ് കളറായി വരുന്നത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഒരു സൈഡായി കഴിയുമ്പോൾ മറിച്ചിട്ട് മറ്റേ സൈഡ് നന്നായിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇങ്ങനെ വേണം ചെയ്യാനായിട്ട്. തിരിച്ചും മറിച്ചിട്ട് നന്നായിട്ട്, തിരക്കൊന്നും കൂടാൻ പാടില്ല പറഞ്ഞ കൂട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ക്ഷമയത്തോടെ വേണം അത് വറുത്തൂരി എടുക്കാൻ. കടലപ്പൊടിയില്ലേ, അപ്പോൾ ഇച്ചിരി ഫ്രൈ ആയി വരാൻ കുറച്ച് സമയം എടുക്കും കേട്ടോ. അപ്പോൾ ഇച്ചിരി സമയം എടുത്തിട്ട് വേണം അത് ചെയ്യാനായിട്ട്. ആ നേരം കൊണ്ട് കുറച്ച് അണ്ടിപ്പരിപ്പും ബദാമും, പിന്നെ നിങ്ങൾക്ക് പിസ്ത വേണമെങ്കിൽ പിസ്ത നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമുക്ക് ഏതൊക്കെ ഡ്രൈ നട്ട്സ് വേണ്ടതെന്ന് വെച്ചാൽ അതെല്ലാം നമുക്ക് ഇട്ട് കൊടുക്കാവുന്നേ ഉള്ളൂ. ഞാൻ കുറച്ച് ഒരു 10 ബദാമും 10 അണ്ടിപ്പരിപ്പും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് ചോപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ ഒരു ബാച്ച് നമ്മുടെ ഇതുപോലെ ഒന്ന് ആയി കഴിയുമ്പോൾ നമുക്കത് മാറ്റാവുന്നേ ഉള്ളൂ. എന്നിട്ട് നമുക്ക് അടുത്ത ബാച്ച് നമുക്ക് ഫ്രൈ ചെയ്യാനായിട്ട് വെക്കാം കേട്ടോ. ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്താൽ മതി, തിരക്കൊന്നും ചെയ്യാൻ പാടില്ല. ഇത് നമുക്കത് ചൂടല്ലേ, അപ്പോൾ നമുക്കത് ഇതുപോലെ ഒന്ന് പൊട്ടിച്ച് കൊടുക്കാം കേട്ടോ. ഒന്ന് തണക്കാനായിട്ട്. ഒത്തിരി തണക്കേണ്ട ആവശ്യമില്ല, ചെറിയൊരു ചൂട് വേണം കേട്ടോ. അല്ലെങ്കിൽ പിന്നെ നമുക്ക് നെയ്യുടെ, ഞാൻ പറയുന്ന കൂട്ട് നെയ്യുടെ ആവശ്യം അധികം വരും. നെയ്ക്ക് പിന്നെ നിങ്ങൾക്ക് എക്സ്ട്രാ നെയ്യകത്ത് ഒഴിക്കേണ്ട ആവശ്യം വരും കേട്ടോ. ഇപ്പോൾ ഞാനിങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ഇത്തിരി നെയ്യുടെ ആവശ്യം, നെയ്യ് കുറച്ച് മതി കേട്ടോ. കുറച്ച് കൊണ്ടിൽ നമുക്ക് നെയ്യ് ഇട്ട് ഈ ലഡു റെഡിയാക്കി എടുക്കാവുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇച്ചിരി തണക്കട്ടെ. ആ നേരം കൊണ്ടുമ്പോൾ അടുത്ത ബാച്ച് നമ്മൾ ഫ്രൈ ആക്കി ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ നമുക്ക് എടുക്കാം കേട്ടോ. ഇതേ കണ്ടോ, 2 ബാച്ചായിട്ട് ഞാൻ ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇത്രയും കളർ മതി കേട്ടോ, ഒത്തിരി കളറാക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് ഇതിന് വേണ്ടിയായിട്ട് ഷുഗർ സിറപ്പ് റെഡിയാക്കി എടുക്കാം. അപ്പം നമ്മളാണെങ്കിൽ 300 ഗ്രാം കടലപ്പൊടിയും 100 ഗ്രാം റവയും എടുത്തപ്പോൾ 400 ഗ്രാം ആയില്ല. അപ്പോൾ അതിൻ്റെ പകുതി ക്വാണ്ടിറ്റി വേണം പഞ്ചസാര എടുക്കാനായിട്ട്. താഴെയാണെങ്കിൽ ഓണം ആയതുകൊണ്ട് ഇവിടെ സ്കൂളിലൊക്കെ പിള്ളേർക്ക് അവധി ആയതുകൊണ്ട് കേട്ടോ, പിള്ളേരൊക്കെ ഗാർഡനിൽ നിന്ന് കളിക്കുന്നുണ്ടാകുന്നേ. ഒച്ചയൊക്കെ കേൾക്കുന്നത് നിങ്ങളെല്ലാവരും ഒന്ന് ക്ഷമിക്കണേ. എന്നിട്ട് നമുക്കാണെങ്കിൽ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. കപ്പിൻ്റെ അളവ് വെച്ച് നോക്കുവാണെങ്കിൽ 250 ml കപ്പിന് 3/4 കപ്പുണ്ട് കേട്ടോ. ഒരു 1/4 കപ്പ് വരെ പഞ്ചസാരയുണ്ട്. ആ 1/4 കപ്പിന് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ എത്ര നമ്മൾ പഞ്ചസാര എടുത്തേക്കെന്ന് വെച്ചാൽ അത്ര തന്നെ വേണം. എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, 300 ഗ്രാം കടലപ്പൊടി 100 ഗ്രാം റവയും കൂടെ ആകുമ്പോൾ 400 ഗ്രാം ആയില്ലേ. അപ്പോൾ അതിൻ്റെ പകുതി വേണം നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാനായിട്ട്. വെള്ളം ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കുങ്കുമപ്പൂ ഇട്ട് കൊടുത്തിട്ടുണ്ട്, സേഫ്രോൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാവുന്നേ ഉള്ളൂ. നൂൽപ്പാകമൊന്നും വേണ്ട, കൈ ഒട്ടുന്ന പാകം മാത്രം ആക്കി എടുത്താൽ മതി കേട്ടോ. നമ്മൾ പഞ്ചസാര ഈ വെള്ളം തൊട്ട് നോക്കുമ്പോൾ കയ്യിൽ ഒട്ടത്തില്ല. ആ പാകം ആയി കഴിയുമ്പോൾ ഗ്യാസിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നേ ഉള്ളൂ. ഇനി ഒരു മിക്സി ജാർ എടുക്കുക. നമുക്കത് ഇത് വറുത്ത് കോരി വെച്ചേക്കുന്നത് അതിനകത്ത് ഇട്ട് കൊടുക്കാം. ഒരു 4-5 ഏലക്കയും കൂടെ അതിനകത്ത് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതെല്ലാം കൊണ്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇത് നമുക്കാണെങ്കിൽ ഈ ഡ്രൈ നട്ട്സ് നമ്മൾ അരിഞ്ഞ് വെച്ചേക്കുന്നില്ലേ, അണ്ടിപ്പരിപ്പും ബദാമും ഒക്കെ, നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ തന്നെ ഇടാം കേട്ടോ. പക്ഷേ ഞാൻ ടേസ്റ്റ് വെച്ച് നല്ലതായിട്ട് കിട്ടാനായിട്ട് ഞാൻ ഇതൊന്ന് എന്ന് വെച്ചാൽ നമ്മൾ അണ്ടിപ്പരിപ്പൊക്കെ ഇതുപോലൊക്കെ വറുത്ത് ഒരു ഇടുവാണെങ്കിൽ നല്ലൊരു ക്രഞ്ച് കിട്ടും. അതിന് വേണ്ടിയായിട്ട് നമ്മളങ്ങനെ ചെയ്യുന്നത് കേട്ടോ.
അപ്പോൾ അത് ഇതൊന്ന് വറുത്ത് കോരി എടുക്കുന്നുണ്ട് നെയ്ക്കകത്ത് തന്നെ. അപ്പം നെയ്യുടെ ഉള്ളി ഒരു ടേസ്റ്റും വരും കേട്ടോ, നല്ലതായിരിക്കും കഴിക്കാനായിട്ട്. അപ്പോൾ ഞാൻ ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഷുഗർ സിറപ്പ് റെഡിയാക്കി വെച്ചേക്കില്ലേ, ഒത്തിരി ചൂടത്തോടെ എടുത്ത് ഒഴിക്കാൻ പാടില്ല. ഇളം ചൂടായി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ കയ്യിലേക്ക് തൊടാൻ പാകമാകുമ്പം നമുക്ക് അത് ഒഴിച്ച് കൊടുക്കാവുന്നേ ഉള്ളൂ. നന്നായിട്ടൊന്നെല്ലാം ഒന്ന് മിക്സാക്കി കൊടുക്കാം എല്ലാ സൈഡും ഒന്നും. ഇനി നമുക്ക് ചെറിയ ചെറിയ ബോൾസ് ആക്കി കൊടുക്കാം, ഇത് ഉരുട്ടിയെടുക്കാം കേട്ടോ. ഒത്തിരി വലിയ ഉരുളി ആക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ചുരുമ ലഡു ഞാൻ ഉണ്ടാക്കിയപ്പം കാണിച്ചായിരുന്നല്ലോ, അത്രയും വലുത് വേണ്ട കേട്ടോ. ബേസനിലെ ലഡു ആണെങ്കിൽ എപ്പോഴാണെങ്കിൽ ഒരു മീഡിയം സൈസ് വലിപ്പമാണ് നല്ലത് കേട്ടോ കാണാനായിട്ട്. അപ്പോൾ ആ പാകം വേണം. നമ്മളിപ്പോൾ ആണെങ്കിൽ ബൂന്തിയുടെ ലഡുവൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ, ചെറിയ ചെറിയ സൈസ്, ആ സൈസിന് വേണം ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ എല്ലാ സൈഡും നന്നായിട്ടൊന്ന് മിക്സ് ആയെന്ന് ഉറപ്പ് വരുന്നതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഇനി ലഡുവാക്കി എടുക്കാവുന്നേ ഉള്ളൂ. ഫ്രണ്ട്സ്, ഈ റെസിപ്പി നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾ മക്കൾക്കും നിങ്ങൾക്ക് എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെടും കേട്ടോ. വീട്ടിലൊക്കെ നമുക്ക് സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാവുന്നേ ഉള്ളൂ. പിന്നെ ഒത്തിരി നെയ്യുടെ ആവശ്യമില്ല. പിന്നെ നമുക്ക് അറിയാൻ പറ്റുള്ളൂ നമ്മൾ ഇതിനകത്ത് എന്തൊക്കെ സാധനങ്ങളൊക്കെയാണ് ചേർത്തിട്ടുള്ളതെന്ന് വെച്ചാൽ. അപ്പോൾ നമുക്ക് മക്കൾക്കൊക്കെ കൊടുക്കാനായിട്ട് നല്ല ഹെൽത്തി. നിങ്ങൾക്ക് പഞ്ചസാര വേണ്ടെങ്കിൽ ഇതിൻ്റെ പകരം നമുക്ക് ശർക്കര വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. ശർക്കര ഇതുപോലെ പാവ് കാച്ചിട്ട് അത് അരിച്ച് ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ അതിനനുസരിച്ച് ഞാൻ എല്ലാ ലഡുവും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്യാൻ പറ്റിയ റെസിപ്പിയാണ്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് എങ്ങനെ ഇഷ്ടപ്പെട്ടോ ഇല്ലെന്ന് അറിയിക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ പറയുന്നതുകൊണ്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോലെ. നാളെ എന്തൊക്കെ വീഡിയോസ് ഞാൻ കൊണ്ടുവരേണ്ടതെന്ന് വെച്ചാൽ എന്നെ അറിയിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ കൊണ്ടുവരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും മസ്റ്റായിട്ട് ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരത്തേക്കും ബൈ ഫ്രണ്ട്സ്. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ടേക്ക് കെയർ.